ഐസ് ഗുഡ് ഈവനിങ്. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് തീരെ സുഖമില്ല, കോൾഡും ഒക്കെയാണ്. അപ്പം പുറത്ത് പോയി വീഡിയോ എടുക്കാനുള്ള ഒന്നുമില്ല, പറ്റില്ല. വണ്ടിയൊക്കെ ഉണ്ട്, പക്ഷെ പോകാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര കോൾഡാണ്. അപ്പോൾ അങ്ങനെ വീഡിയോ ഇടാനില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇടുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സുഖമായിട്ട് ശേഷം നല്ല വീഡിയോകൾ ഇടും, നിങ്ങൾ കാണണം, കണ്ടിരിക്കണം. അപ്പം ഇതെന്തുവാന്ന് വെച്ചാൽ ഉപ്പുമാവാണ്. ഇതും ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു, എന്നാലും മണി 6 എന്തോ ഒന്ന് ഒരു പരാക്രമം വന്നു എൻ്റെ വയറ്റിൽ, എന്ന് വെച്ചാൽ ഒരു വിശപ്പ്. അപ്പോൾ പുള്ളിക്കാരത്തി ഓടിപ്പോയി ഉപ്പുമാവ് ചെയ്ത് തന്നു, ചൂടോടുണ്ട്. വേണ്ട, ഇതാണ് സാധനം, ഉപ്പുമാവ്. അപ്പം അത് കഴിക്കുകയാണ് ഗൈസ്. അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക, ദയവ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാ സകല സൗഹാർദ്ദങ്ങളും ഞാൻ എല്ലാവർക്കും ഇത് പറയുന്നു കേട്ടോ. സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എല്ലാവർക്കും എന്നെ നന്ദി പറയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പം ഇതെങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ, ഉപ്പുമാവ് നല്ല എന്താ പറയുന്നത്, വറുത്ത് റെഡിയാക്കി ഇങ്ങനെ എടുത്തു, അങ്ങനെ കൊണ്ടുവന്നു. ഞാൻ 2 സ്പൂൺ കഴിച്ചു, അടിപൊളി ടേസ്റ്റാണ്, നല്ല ഉണ്ട്. നിങ്ങളും ചെയ്ത് നോക്കുക, കഴിക്കാം. ടൈം പാസ്, വീട്ടിലെ ടൈം പാസ്. സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരെ, സബ്സ്ക്രൈബ് ചെയ്യുക, സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇത്രയൊക്കെ പറയാനുള്ളൂ, അതെന്തോ പറയാനൊന്നുമില്ല കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുക. ഇത് സിമ്പിൾ വീഡിയോ ആണ്, വലിയ ഇതൊന്നുമില്ല, വളരെ സിമ്പിൾ വീഡിയോ. 3-4-5 മാസം കൊണ്ട് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, ഹെൽത്ത് ഇഷ്യൂ. ഇടയ്ക്ക് ഇപ്പോൾ ചെന്നൈ വരയ്ക്കും പോകേണ്ടി വന്നു, പോയിട്ട് വന്നു. അപ്പോൾ മടിവാളം വന്നിറങ്ങിയപ്പോൾ ഭയങ്കര തണുപ്പും കാറ്റും. രാത്രി 12:30 മണി, 1:30 മണി, 1 മണി. അവിടെ നിന്ന് ഓട്ടോയിലാണ് വന്നത്, ഭയങ്കര തണുപ്പായിരുന്നു. അങ്ങനെ വീണ്ടും കോൾഡ് കയറിപ്പിച്ച്. ചെന്നൈ ചെന്നപ്പോൾ കോൾഡേ ഇല്ലായിരുന്നു, ഇവിടെ വന്നു കൂടി, അവിടെ ചൂടല്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം പിന്നെ വേറെ എന്താ പറയാനുമില്ല. ഇനി വീഡിയോകളൊക്കെ എടുക്കണം, യാത്ര ചെയ്യണം. യാത്രകളുണ്ട് പുറകിലെ, അപ്പം വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. ഹൈവേ യാത്രകളൊക്കെ ഉണ്ട്, അത് ക്രമേണ വരും. അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പം എല്ലാ സൗഹാർദ്ദങ്ങൾക്കും സ്വന്തങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. ബൈ ബൈ ബൈ.